ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 6th ചാപ്റ്ററായ ഡിജി ഭാരതം യുഗപരിവർത്തനം എന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കിയാലോ. അസ്മാകം ദേശഃ ഭാരതം ന കേവലം സാംസ്കൃതികക്ഷേത്രേ സമൃദ്ധം അപിതു നിത്യം ആവിഷ്കരൈഃ കീർത്തിം ലഭത്തെ. നമ്മുടെ രാജ്യം ഭാരതം കേവലം സാംസ്കാരിക രംഗത്ത് മാത്രമല്ല സമൃദ്ധമായിട്ടുള്ളത്, അതുകൂടാതെ എപ്പോഴും കണ്ടുപിടുത്തങ്ങളിലൂടെയും കീർത്തി നേടുന്നുണ്ട്. അത് ഇന്ന് സമ്പൂർണ്ണ വിശ്വത്തിലും സമ്പൂർണ്ണ ലോകത്തും ഡിജിറ്റൽ ഭാരതം ഇത്യസ്യ ചർച്ച ശ്രൂയത്തെ. ഡിജിറ്റൽ ഭാരതം എന്നതിൻ്റെ ചർച്ചയാണ് കേൾക്കുന്നത്. ഏകസ്വൈവ് പിഞ്ചസ്യ ഒരൊറ്റ സ്വിച്ചിൻ്റെ നോദനേന അമർത്തലിലൂടെ സർവം നാഗരിക സൗവിധ്യം ലഭ്യത്തെ. എല്ലാ പൗരസൗകര്യങ്ങളും ലഭിക്കുന്നു. അനേന ഭാരതീയാനാം ജീവനം, ഇതിനാൽ ഭാരതീയരുടെ ജീവിതം അധികം സരളം, ഏറെ സിമ്പിളായി ജായമാനമസ്തി, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഡിജിറ്റൽ പട്ടിലെ ഡിജിറ്റൽ സ്ക്രീനിൽ സമ്പൂർണ്ണ ഭൂമിയും കുടുംബവത് അസ്തി, കുടുംബം പോലെയാണ്. അധുന വയം, ഇനി നമുക്ക് ഭാരതസ്യ ഡിജിറ്റൽ പ്രഗതേഹി വിഷയെ പഠാമഹ. ഭാരതത്തിൻ്റെ ഡിജിറ്റൽ പ്രോഗ്രസിനെ കുറിച്ച് പഠിക്കാം. നവദെഹലിസ്ഥഃ പ്രധാനമന്ത്രി സംഗ്രഹാലയഃ, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനമന്ത്രി മ്യൂസിയമാണ്. ഇവിടെ വിവിധാः ഡിജിറ്റൽ പ്രൗദ്യോഗിക്യः പ്രദർശിതാः സന്തി. പലതരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജീസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സർവേ ഉത്സുകതയാ, എല്ലാവരും ക്യൂരിയോസിറ്റിയോടെ സംഗ്രഹാലയെ പ്രദർശിതാനി വസ്തുനി പശ്യന്തി, മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വസ്തുക്കൾ നോക്കുന്നു. അധ്യാപകഃ, അപ്പോൾ സാറ് പറയാണ്, ബാലാഹ, കുട്ടികളെ, പ്രധാനമന്ത്രി സംഗ്രഹാലയെ, പ്രധാനമന്ത്രി മ്യൂസിയത്തിൽ യുഷ്മാക്കം സർവേഷാം സ്വാഗതം, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇവിടെ വിവിധാः ഡിജിറ്റൽ പ്രൗദ്യോഗിക്യः പ്രയുക്താः സന്തി. പലതരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജീസ് പ്രയോഗത്തിലുണ്ട്. സാനന്ദം സാവധാനം ച പശ്യന്തു, വളരെ സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും നോക്കൂ. അനന്തരം, അതിനുശേഷം, ഏതസ്യോപരി, ഇതിനെക്കുറിച്ച് ചർച്ചാം കരിഷ്യാമഃ, ചർച്ച ചെയ്യാം. സർവേ ബാലാഃ പ്രദർശിതാനി വിവിധാനി വസ്തൂനി ഉത്സാഹേന പശ്യന്തി അനുഭവന്തി പരസ്പരം ചർച്ചാമപി കുർവന്തി. എല്ലാ കുട്ടികളും ഡിസ്പ്ലേ ചെയ്തിരുന്ന വിവിധ തരത്തിലുള്ള വസ്തുക്കളെ ഉത്സാഹത്തോടെ നോക്കി അനുഭവിച്ചറിയുകയും പരസ്പരം ചർച്ചയും ചെയ്തു, അതായത് ഡിസ്കഷനും നടത്തി. സർവേ ഛാത്രാഃ, എല്ലാ സ്റ്റുഡൻസും കൂടി. എന്താ പറയാണ്, അത്ഭുതം മഹോദയ, അത്ഭുതം സർ. ഇവിടെ ഹോളോഗ്രാമിലൂടെ പ്രധാനമന്ത്രിണഃ ഭാഷണം ശ്രൂയത്തെ ദൃശ്യത്തെ ച, പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട്. പ്രത്യക്ഷമേവ പ്രധാനമന്ത്രി അത്ര ഉപവിഷ്ടഃ ഇതി ഭാസത്തെ, ശരിക്കും പ്രധാനമന്ത്രി ഇവിടെ ഇരിക്കണ പോലെ തോന്നിപ്പോകുന്നു. യശിക, ഇപ്പോൾ യശിക പറയാണ്, സത്യമാണ്. അഹമപി ഹോളോഗ്രാമം ദൃഷ്ടവതി, ഞാനും ഹോളോഗ്രാമിൽ കണ്ടിരുന്നു. അനേന ദിവംഗതാഃ നേതാരഃ അപി ജീവിതാഃ ഇവ ദൃശ്യന്തെ, ഇതിലൂടെ മരണപ്പെട്ട നേതാക്കൾ പോലും ജീവിച്ചിരിക്കുന്ന പോലെ കാണപ്പെടുന്നു. അഥർവഃ, അത്ര വർദ്ധിത വാസ്തവികത AR, ആഭാസീയ വാസ്തവികത VR ച ഇത്യാഭ്യാം സംബന്ധാനി ഉപകരണാനി അപി സന്തി. ഇവിടെ ഓഗ്മെന്റഡ് റിയാലിറ്റി AR, വെർച്വൽ റിയാലിറ്റി അതായത് VR എന്നിവയായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഉണ്ട്. അനേന ഐതിഹാസിക വൃത്താനി പ്രത്യക്ഷമിവ അനുഭൂയന്തെ, ഇതിലൂടെ
ചരിത്ര സംഭവങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഭാരതീയ സ്വതന്ത്രതാ സംഗ്രാമം ദൃഷ്ട്വാ, ഭാരതീയ സ്വാതന്ത്ര്യ സമരം കണ്ട്, അസ്മാകം പൂർവജാനാം സംഘർഷഃ, നമ്മുടെ പൂർവികരുടെ പോരാട്ടം കിയാൻ വിശാലഃ ആസീത്, എത്രത്തോളം വിശാലമായിരുന്നു, ഇതി ജ്ഞായതേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭാസ്കരഃ, ആട്ടെ ഭാസ്കരൻ എന്താ പറഞ്ഞേ? ഭാസ്കരൻ പറയാണ്, അഹമത്ര, ഞാനിവിടെ കൃത്രിമ ബുദ്ധി ആധാരിതം സംവാദയന്ത്രം ദൃഷ്ടുവാൻ, AI ബേസ് ചെയ്ത ചാറ്റ് ബോട്ട് കണ്ടു. ഏതത് യന്ത്രം അസ്മാകം സർവവിധ പ്രശ്നാനാം ഉത്തരാണി ദദാതി, ഈ യന്ത്രം നമ്മുടെ എല്ലാ തരത്തിലുള്ള ചോദ്യത്തിനും മറുപടി നൽകുന്നു. വേദിക, ആട്ടെ വേദിക എന്താ പറഞ്ഞേ? വേദിക പറയാണ്, അഹോ ഹോ ഡിജിറ്റൽ പ്രക്ഷേപണ ചലച്ചിത്രം ദൃഷ്ട്വാ അഹം വിസ്മിതാഭവം, ഡിജിറ്റൽ പ്രൊജക്ഷൻ മൂവി കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അത്ര സമ്പൂർണ്ണസ്യ ഭാരതസ്യ വികാസയാത്ര പ്രദർശിത അസ്തി, ഇവിടെ ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ വികസന യാത്രയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശ്രേയ, ശ്രേയ പറയാണ്, ഏഷഃ കശ്ചന അപൂർവഃ അനുഭവ അസ്തി, ഇതൊരു അപൂർവ അനുഭവം തന്നെയാണ്. യശ്ച ചിരകാലപര്യന്തം സ്മരണീയഃ ഭവിഷ്യതി, ഇത് ഏറെക്കാലം വരെ ഓർമ്മയിലുണ്ടാവും. സർവേ ഛാത്രാഃ, എല്ലാ സ്റ്റുഡൻസും കൂടി, മാന്യവർ, റെസ്പെക്റ്റഡ് സർ, വയം സർവേ ഏതസ്മിൻ സന്ദർഭേ ചർച്ചാം കർത്തും ഇച്ഛാമഃ, ഞങ്ങൾക്കെല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നുണ്ട്, ചർച്ച ചെയ്യാൻ ആഗ്രഹമുണ്ട്. കിം കക്ഷാം പ്രതി ചലാമഃ, ക്ലാസ്സിലേക്ക് പോകാമോ? അധ്യാപകഃ, അപ്പോൾ സർ പറയാണ്, ഉത്തമഃ വിചാരഃ, നല്ല അഭിപ്രായം. ചലാമഃ താവത്, എന്നാൽ പോകാം. സർവേ മിലിത്വാ ഗച്ഛന്തി, എല്ലാവരും ചേർന്ന് പോകുന്നു. സർവേ കക്ഷായാം ഉപവിഷ്ടാഃ, എല്ലാവരും ക്ലാസ്സിൽ വന്നിരിക്കുന്നു. ഇനി നമ്മൾ ക്ലാസ് മുറിയിലെ സംഭാഷണമാണ് നോക്കാൻ പോണത്. ആട്ടെ കുട്ടികളെല്ലാവരും എന്താ പറഞ്ഞേ? പറയാണ്, അഹോ ഹോ സംഗ്രഹാലയസ്യ അദ്ഭുതഃ അനുഭവഃ പ്രാപ്തഃ, മ്യൂസിയത്തിൽ നിന്ന് അത്ഭുതകരമായ അനുഭവങ്ങളാണ് ലഭിച്ചത്. ആട്ടെ ഇത് കേട്ട സാറ് എന്താ പറഞ്ഞേ? സാറ് പറയാണ്, ബാലാഹ, കുട്ടികളെ, അസ്മിൻ സംഗ്രഹാലയെ, ഈ മ്യൂസിയത്തിൽ ഉപസ്ഥാപിതം ജ്ഞാനം, അവതരിപ്പിച്ച അറിവ് അദ്ഭുതമേവ്, അത്ഭുതം തന്നെയാണ്. ഡിജിറ്റൽ യോജനായാഹ, ഡിജിറ്റൽ പദ്ധതിയുടെ പ്രഭാവഃ ഇൻഫ്ലുവൻസ് ദൈനംദിന ജീവനെ അപി ദൃശ്യത്തെ, ഡെയിലി ലൈഫിലും കാണാം. സർവേ ഛാത്രാഃ, ഇത് കേട്ട എല്ലാ കുട്ടികളും കൂടി പറയാണ്, ആം മാന്യവർ, അതേ സർ, വയം ഇമം പ്രഭാവം ജ്ഞാതും ഇച്ഛാമഃ, ഞങ്ങൾക്കും ഈ ഇൻഫ്ലുവൻസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അധ്യാപകഃ, അപ്പോൾ സാറ് പറയാണ്, ഉത്തമം, വളരെ നല്ലത്. അസ്മാകം ദൈനികം ജീവനം, നമ്മുടെ ഡെയിലി ലൈഫ്, ഡിജിറ്റൽ ഇത്യനേന, ഡിജിറ്റൽ എന്നിവയിലൂടെ, പരിവർത്തിതം പ്രഭാവിതം ച ഭവതി, ചേഞ്ച് ആകുകയും ഇൻഫ്ലുവൻസ്ഡ് ആകുകയും ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. അസ്തി ക്ഷേത്രം വ്യാപകമസ്തി, ഈ മേഖല വ്യാപകമാണ്. യഥാ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ ശാസനം, ഡിജിറ്റൽ ഗവർണൻസ്, സ്വാസ്ഥ്യസേവ, ഹെൽത്ത് കെയർ, ശിക്ഷണം, എഡ്യൂക്കേഷൻ, വിത്തീയം സമാവേശനം, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇത്യാദീനി ക്ഷേത്രാണി എന്നീ മേഖലകളിൽ. അപ്പോൾ ഋഷിക പറയാണ്, അഹം സ്വയം ഡിജി ലോക്കർ ഇത്യസ്യ ഉപയോഗം കരോമി, ഞാൻ സ്വയം തന്നെ ഡിജി ലോക്കറിൻ്റെ ഉപയോഗം ചെയ്യുന്നുണ്ട്. മമ ആധാരപത്രം വിദ്യാലയീയം പ്രമാണപത്രം ച തത്ര സുരക്ഷിതമസ്തി, എൻ്റെ ആധാർ കാർഡും സ്കൂൾ സർട്ടിഫിക്കറ്റ്സും അവിടെ, അതായത് അതിൽ സുരക്ഷിതമാണ്. അഥർവഃ, ഇത് കേട്ട അഥർവ് പറയാണ്, മമ പിത്രൗ ഫാസ്ടാഗ് ഇത്യസ്യ ഉപയോഗം കുരുതഃ, എൻ്റെ അച്ഛനും അമ്മയും ഫാസ്ടാഗിൻ്റെ ഉപയോഗം ചെയ്യുന്നുണ്ട്. അനേന രാജമാർഗേഷു
സ്വചാലിതവിധീന മാർഗശുൽക്കസ്യ സംഗ്രഹണം ശീഘ്രം ഭവതി. ഇതിലൂടെ ഹൈവേകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടോൾ പിരിവ് വേഗത്തിൽ നടക്കുന്നു. ഭാസ്കരः അപ്പോൾ ഭാസ്കരൻ പറയാണ്, അഹം ഏകീകൃത ധനദേയ പ്രത്യർപ്പണ അന്തർഫലകസ്യ UPI ഉപയോഗം കരോമി. ഞാൻ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് UPI ഉപയോഗിക്കുന്നുണ്ട്. അനേന ഇതിലൂടെ മമ പിതരോ അപ്പി എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ത്വരയാ പെട്ടെന്ന് തന്നെ മഹ്യം ധനം പ്രേഷയിത്തും ശക്നുതഃ എനിക്ക് ധനം അയക്കാൻ സാധിക്കുന്നു. അധ്യാപകः അപ്പം സാറ് പറയാണ്, ഉത്തമം, വളരെ നല്ലത്. വിത്തീയ സമാവേശനസ്യ ക്ഷേത്രേ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഫീൽഡിൽ UPI, റുപേ കാർഡ്, ജൻധൻ യോജന ഇത്യാദീനി ബഹൂനി സാധനാനി സന്തി. ഈ ഫീൽഡിൽ UPI, റുപേ കാർഡ്, ജൻധൻ യോജന എന്നിങ്ങനെ പല മാർഗങ്ങളുണ്ട്. അധുന ആപണേഷു ഇപ്പോൾ കടകളിൽ വസ്തുക്രയണാർത്ഥം സാധനങ്ങൾ വാങ്ങാനായിട്ട് സാക്ഷാത് മുദ്രായാഹ സാക്ഷാൽ കാശിൻ്റെ ആവശ്യകത നാസ്തി. ആവശ്യം വരുന്നില്ല, ആവശ്യമില്ല. അതായത് ഇപ്പോൾ കടകളിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് കയ്യിൽ കാശ് വേണമെന്നില്ല. മുദ്രാരഹിത വിനിമയ സന്ദർഭേ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ വിശ്വേ ലോകത്ത് ഭാരതസ്യ അഗ്രഗണ്യം സ്ഥാനമസ്തി. ഇന്ത്യയുടെ സ്ഥാനം 1ാം സ്ഥാനമാണ്. രാഘവः ഇത് കേട്ട് രാഘവ് പറയാണ്, ഡിജിറ്റൽ യോജന ഭാരതസ്യ കാചിത് മഹത്വാകാംക്ഷിണി യോജന അസ്തി. ഡിജിറ്റൽ പദ്ധതി ഇന്ത്യയുടെ ഒരു ആംബിഷ്യസ് ആയിട്ടുള്ള സ്കീമാണ്, പദ്ധതിയാണ്. അധ്യാപകः ഇപ്പോൾ സാറ് പറയാണ്, ആം രാഘവ, അതേ രാഘവ, ഏഷ ഭാരത സർവകാരസ്യ വിശിഷ്ട മഹത്വാകാംക്ഷിണി യോജന അസ്തി. ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യലും ആംബിഷ്യസ് ആയിട്ടുള്ള സ്കീമാണ്, പദ്ധതിയാണ്. രാഷ്ട്രം ഡിജിറ്റൽ രൂപേണ സുശക്തം ഭവേത് ഇത്യവ അസ്യാഹ യോജനായാഹ ലക്ഷ്യം. രാഷ്ട്രം ഡിജിറ്റലി എന്ത് ചെയ്യണം, എംപവർ ചെയ്യണം എന്നതാണ് ഈ സ്കീമിൻ്റെ ലക്ഷ്യം. ഡിജിറ്റൽ ശക്തി സർവജനാൻ സുശക്താൻ കുര്യാത് ഇതി അസ്മാകം ധ്യേയം. ഡിജിറ്റൽ പവർ എല്ലാ ജനങ്ങളെയും ശക്തരാക്കണം എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ശ്രേയ ആട്ടെ, ശ്രേയ എന്താ പറയണേ? ശ്രേയ പറയാണ്, മഹോദയ അസ്യ സ്വരൂപം കിഞ്ചിത് സ്പഷ്ടീകരോതു. സോ ഇതിനെക്കുറിച്ച് അല്പം ക്ലാരിഫൈ ചെയ്ത് തന്നാട്ടെ, സ്പഷ്ടമാക്കിയാട്ടെ. അധ്യാപകः അട്ടെ, സർ എന്താ പറയണേ? സാറ് പറയാണ്, അവശ്യം, ഉറപ്പായും. പശ്യ നോക്ക്, ഡിജിറ്റൽ ശാസന സേവായാഹ അന്തർഗതം ഡിജിറ്റൽ ഗവർണൻസ് സർവീസിനുള്ളിൽ എന്താ വരിക? ഡിജി ലോക്കർ എന്ന് പറയുമ്പോൾ ആധാർ, പാൻ കാർഡ് ഇത്യാദീനാം ഡിജിറ്റൽ സംഗ്രഹണം. ആധാർ, പാൻ കാർഡ് എന്നിങ്ങനെയുള്ള ഡോക്യുമെൻസിൻ്റെ ഡിജിറ്റൽ ശേഖരണമാണ് ഉള്ളത്. ഓക്കെ, ഈ ശാസന പട്ടലം ഇ ഗവർണൻസ് പോർട്ടൽ, അതായത് ഉമംഗ്, മൈഗവ്, ജെമ്മ് ഇത്യാദയः, അതായത് ഉമംഗ്, മൈഗവ്, ജെമ്മ് എന്നിങ്ങനെ. ഓൺലൈൻ ടീകാകരൺ പഞ്ചീകരണാർത്ഥം കോവിൻ പട്ടലം കോവിൻ അസ്തി. ഓൺലൈൻ വാക്സിനേഷൻ രജിസ്ട്രേഷനായിട്ട് കോവിൻ പോർട്ടലും ഉണ്ട്. യശിക അപ്പോൾ യശിക പറയാണ്, കിന്തു യദി ഗ്രാമ്യക്ഷേത്രേ അന്തർജാലസ്യ സമസ്യ അസ്തി തർഹി. പക്ഷേ ഇനി ഗ്രാമപ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് തടസ്സമുണ്ടെങ്കിൽ തത്ര അവിടെ കഥം ഏതാസാം സേവാനാം ഉപയോഗം ഭവിഷ്യതി. എങ്ങനെയാണ് ഈ സർവീസുകൾ ഉപയോഗിക്കുക? ശ്രേയ അപ്പോൾ ശ്രേയ പറയാണ്, മാന്യവർ സർ, മയാ ശ്രുതം, ഞാൻ കേട്ടു, യത് അതായത് സർവകാരഃ ഗവൺമെൻറ് അന്തർജാലസ്യ ഉത്തരോത്തരം വിസ്താരായ ഇൻ്റർനെറ്റിൻ്റെ തുടർച്ചയായ വിപുലീകരണത്തിനായി കാര്യം കരോതി, വിപുലീകരണത്തിനായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നു.
അനേന ഗ്രാമക്ഷേത്രേ അപ്പി ഇതിലൂടെ ഗ്രാമപ്രദേശങ്ങളിലും ഉച്ചഗതിഹി അതിവേഗത്തിൽ ജാലസ്യ ഉപലബ്ധി ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി ഭവിഷ്യത്തി ഉണ്ടാകും. ഭാസ്കരः അപ്പോൾ ഭാസ്കരൻ പറയാണ് ബഹുസമീചീനം വളരെ നല്ലതാണ്. ഏതാസാം സേവാനാം ഉപയോഗഃ ഈ സർവീസുകളുടെ ഉപയോഗം ശിക്ഷായാഹ മാധ്യമേന എഡ്യൂക്കേഷൻ്റെ മാധ്യമത്തിലൂടെ എഡ്യൂക്കേഷനിലൂടെ അധികാധികം കൂടുതൽ കൂടുതൽ പ്രചാരണീയഃ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അധ്യാപകः അപ്പോൾ സർ പറയാണ് സത്യം സത്യമാണ്. ശിക്ഷായാഹ ക്ഷേത്രേ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ദീക്ഷ സ്വയംപ്രഭ ഈ പാഠശാല നിഷ്ഠ PME വിദ്യ നിശുൽക ഡിജിറ്റൽ ശൈക്ഷിക മഞ്ചഃ ഇത്യാദീനാം ഉപയോഗഃ കരണീയഃ എന്നിങ്ങനെയുള്ള ഫ്രീ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിൻ്റെ ഉപയോഗം ചെയ്യണം. അഥർവഃ ഇത് കേട്ട അഥർവ് പറയാണ് ആചാര്യ സർ കിം കൃഷിക്ഷേത്രേ അപ്പി ഡിജിറ്റൽ ഭാരതസ്യ യോഗദാനം അസ്തി. അതായത് അഥർവ് ചോദിക്കുകയാണ് സാറേ അഗ്രികൾച്ചർ ഫീൽഡിലും ഡിജിറ്റൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? അധ്യാപകः അപ്പോൾ സർ പറയാണ് ആം അതെ ഉണ്ട്. ഈ നാമ PM കിസാൻ ഡ്രോൺ പ്രൗദ്യോഗികി ഇത്യാദീനി പട്ടലാനി സന്തി. അതായത് അദ്ദേഹം പറയാണ് അതെ ഉണ്ട്. ഈ നാമ PM കിസാന് ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിങ്ങനെയുള്ള പോർട്ടൽസ് ഉണ്ട്. യേശിക അപ്പോൾ യേശിക പറയാണ് ബഹുസമ്യക് വെരി ഗുഡ്. കിന്തു പക്ഷേ ഡിജിറ്റൽ ഇത്യസ്യ ഡിജിറ്റൽ എന്നതിൻ്റെ വാണിജ്യ കൊമേഴ്സിൽ അതായത് വാണിജ്യത്തിൽ കീദൃശ പ്രഭാവः അസ്തി എത്തരത്തിലുള്ള ഇമ്പാക്റ്റാണുള്ളത്? അധ്യാപകः അപ്പോൾ സർ പറയാണ് ആഭാസീയ പട്ടലം അനുപ്രയോഗः ച ഇത്യേതയോः മാധ്യമേന അതായത് വെബ്സൈറ്റും ആപ്ലിക്കേഷനും അതായത് ആപ്പും രണ്ടിൻ്റെയും മീഡിയത്തിലൂടെ ആഭാസീയം ഓൺലൈൻ വിക്രയണം ഭവതി. ആഭാസീയം അതായത് ഓൺലൈൻ വിക്രയണം ഭവതി ഓൺലൈൻ സെയിൽസും നടക്കുന്നുണ്ട്. ആശു പ്രതിക്രിയാകൂട്ടः ക്യുക്ക് റെസ്പോൺസ് കോഡ് അതായത് QR കോഡ് ഇത്യാധാരിതഃ വിനിമയശ്ച ഭവതി. അതായത് ഇവിടെ പറയാണ് QR കോഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടും ഇടപാടുകൾ നടക്കുന്നുണ്ട്. സർവേ അപ്പോൾ എല്ലാവരും കൂടി പറയാണ് വയം ധന്യാഹ മാന്യവർ ഞങ്ങളെല്ലാം ധന്യരാണ് സോ അസ്മിൻ സന്ദർഭേ വയം ഭവദ്ഭിഃ പാഠിതാഃ ഈ വിഷയത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. വയം അപ്പി ഭാരതം ഡിജിറ്റൽ ഭാരതം കർത്തും പ്രയത്നം കരിഷ്യാമഃ ഞങ്ങളും ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യയാക്കാനായിട്ട് പ്രയത്നിക്കും. അധ്യാപകः അപ്പോൾ സർ പറയാണ് ഉത്തമം വളരെ നല്ലത്. കിന്തു പക്ഷേ അസ്മാഭിः നമ്മൾ സാങ്കേതിക സുരക്ഷാ വിഷയെ അപ്പി സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അനേകവിധാः പലതരത്തിലുള്ള സാങ്കേതിക അപരാധാः സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട്. ജനാഃ പ്രായശഃ ആളുകൾ മിക്കവാറും ലോഭാത് അത്യാഗ്രഹം കൊണ്ടും ഭയം കൊണ്ടും സാങ്കേതിക അപരാധേന സൈബർ ക്രൈംസിലൂടെ പീഡിതാഃ ഭവന്തി സൈബർ കുറ്റകൃത്യങ്ങളാൽ പീഡിതരാകാറുണ്ട്. ഭാസ്കരः അപ്പോൾ ഭാസ്കരൻ പറയാണ് ഏതസ്മിൻ വിഷയെ ജനാഃ ജാഗ്രതാഃ ഭവേയുः തദർത്ഥമപി ഉപായാഃ ചിന്തനീയാഃ ഈ വിഷയത്തെക്കുറിച്ച് ആളുകളെ അവെയർ ആക്കേണ്ടതുണ്ട്. അതിനായിട്ടും ഉപായം ചിന്തിക്കേണ്ടതുണ്ട്. അധ്യാപകः അപ്പോൾ സർ പറയാണ് സത്യം കഥിതം സത്യമാണ് പറഞ്ഞത്. അനേന പ്രകാരേണ പല രീതിയിലൂടെ ഡിജിറ്റൽ ക്രാന്തൗ ഡിജിറ്റൽ റെവല്യൂഷനിൽ ഭാരതം അഗ്രഗണ്യം രാഷ്ട്രം ഭവിഷ്യതി ഇന്ത്യ ലീഡിംഗ് നേഷനായിട്ട് മാറും. സർവേ എല്ലാവരും കൂടി എന്താ പറഞ്ഞേ? കൃതജ്ഞാഃ വയം ഗുരുവർ വി ആർ ഗ്രേറ്റ്ഫുൾ സോ വയം ഡിജിറ്റൽ ഭാരതം സമൃദ്ധം കർത്തും യോഗദാനം കരിഷ്യാമഃ ഞങ്ങൾ ഡിജിറ്റൽ ഇന്ത്യയെ
പ്രോസ്പെറസ് ആക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യും. സർവേ മിലിത്വ ഗായന്തി. എന്നിട്ട് എല്ലാവരും ചേർന്ന് പാടാണ്. എന്താ പാടിയേ? സർവം വികസിതം ഭാതി ഡിജിറ്റൽ ഭാരതേ അധുനാ ജീവനസ്യ ച സൗകര്യം സഹസാ ലഭത്തെ ജനഃ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്യുക, ഓളം നിമിഷം കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.